നമ്മുടെ ആൾക്കാർക്ക് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടതായ ഒരു മെസ്സേജ് ഞാൻ പറയുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ പറയാം? സോ വി ആർ നമ്മൾ ഏജ് വെച്ച് നോക്കുമ്പോൾ യങ്ങർ പേഷ്യൻസ് കുറച്ചുകൂടെ പ്രോ ആക്റ്റീവ് ആണ്. 40 വയസ്സിന് താഴെയുള്ള സ്ത്രീകളാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ഒരു തടിപ്പ് പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അൾട്രാസൗണ്ട് ബ്രസ്റ്റ് ആണ്. പ്രധാനമായിട്ടും ഈ ആൾക്കാർ ഇത് എന്താ പറയുക, ഡയഗ്നോസ് ആയി കഴിഞ്ഞാൽ ഇനി എനിക്കൊന്നും ബാക്കിയില്ല, ജീവിതം ബാക്കിയില്ല എന്നൊരു തോന്നലാണ്. ഒക്ടോബർ മാസം ലോക സ്തനാർബുദ ബോധവൽക്കരണ മാസമായി ആചരിക്കുകയുണ്ടായി. സ്തനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസർ, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. എന്നോടൊപ്പം ചേരുന്നു ഡോക്ടർ മിഷ, അമൃതയിലെ ജനറൽ സർജറി വിഭാഗം പ്രൊഫസറും ബ്രസ്റ്റ് സർജറി കൺസൾട്ടൻറ്റുമാണ്. ഒപ്പം ഡോക്ടർ ലക്ഷ്മി, അമൃതയിലെ റേഡിയോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും ബ്രസ്റ്റ് ഇമേജിംഗ് സീനിയർ കൺസൾട്ടൻറ്റും. മാഡം, നമുക്ക് നമ്മുടെ നാട്ടിൽ വളരെ സാധാരണമായി ഇപ്പോൾ സ്തനാർബുദം കാണപ്പെടുന്നതായി കേൾക്കുന്നു. ഒന്ന് പറയാവോ? ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കാണുന്ന ക്യാൻസർ സ്തനാർബുദമാണ്. സോ നമ്മുടെ ലോകത്തെമ്പാടും ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് ദ ലീഡിങ് ക്യാൻസർ ഇൻ വിമൻ ഈസ് ബ്രസ്റ്റ് ക്യാൻസർ, ഇൻക്ലൂഡിങ് അവർ പാർട്ട് ഓഫ് ദ വേൾഡ്. പഴയ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ദ റൈസ് ഇൻ നമ്പേഴ്സ് ഇസ് ട്രമെൻഡസ്. ആൻഡ് നമ്മളെ ഒരു ഗ്ലോബൽ ക്യാൻസർ ഒബ്സർവേറ്ററി ഉണ്ട്, WHO. സോ അവരുടെ കണക്കുകൾ പ്രകാരം 2040 ആകുമ്പോഴത്തേക്ക് അറൗണ്ട് ഒരു 57 to 60% ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ കേസസ്. ഇതെല്ലാം മെയിൻലി ഫ്രം ഇന്ത്യ, ചൈന, ഇവിടങ്ങളിൽ നിന്നൊക്കെയാണ് സംഭവിക്കുന്നത്. കേരളത്തിലും ഇതേപോലെ ഈ നാഷണൽ ട്രെൻഡ് അനുസരിച്ച് മോർ ദാൻ ദ നാഷണൽ ട്രെൻഡ് നമ്മുടെ നാട്ടിൽ ബ്രസ്റ്റ് ക്യാൻസർ നമ്പേഴ്സ് വളരെ കൂടുതലാണ്. നമുക്ക് ശരാശരി കണക്കുകളുണ്ട്, ഇൻസിഡൻസ് എന്നൊക്കെ പറയും. ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ for every 100,000 population എത്ര ന്യൂ ക്യാൻസേഴ്സ് ആർ കമ്മിങ് പെർ ഇയർ. അത് കേരളത്തിൽ അറൗണ്ട് 29 per 100,000 ആണ്, 29 per 100,000. പക്ഷേ ഈ കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ നമ്പർ കൂടുതലാണ്. അതായത് ഈ ഇൻസിഡൻസ് നമ്പർ, ഓരോ വർഷവും ഉണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ നമ്പേഴ്സ് വെസ്റ്റേൺ കൺട്രീസിൽ നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ ഫ്രാൻസ്, യൂറോപ്പ്, US അവിടെങ്ങളിലൊക്കെ 95 per 100,000. ഓസ്ട്രേലിയ ഒക്കെ അറൗണ്ട് 100 ഇത് വരും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈവൻ ദോ ഇൻസിഡൻസ് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവാണെങ്കിലും ദി ക്യാൻസർ റിലേറ്റഡ് ഡെത്ത് റേറ്റ്, ബ്രസ്റ്റ് ക്യാൻസർ കൊണ്ടുള്ള ഡെത്ത് റേറ്റ് ആൻഡ് മോർട്ടാലിറ്റി എന്ന് പറയും, ഇത് കൂടുതലാണ്. ബേസിക്കലി ബിക്കോസ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ലേറ്റ് സ്റ്റേജിലാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. സോ അതാണ് അതിൻ്റെ പ്രധാന കാരണം. ഓവറോൾ നമ്പേഴ്സ് കുറഞ്ഞിരിക്കാൻ കാരണം നമ്മൾ പിക്ക് ചെയ്യാത്ത റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? അതോ? ഡെഫിനറ്റ്ലി നമ്മൾ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളതുപോലെ പോപ്പുലേഷൻ സ്ക്രീനിങ് ഒരു സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ നടപ്പിലാക്കിയാൽ കൂടുതൽ നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചേക്കാം. ഡോക്ടർ ലക്ഷ്മി, ഇടയ്ക്ക് നമ്മൾ സംസാരിക്കുമ്പോഴും പറയേണ്ടായി, നേരത്തെ നമ്മൾ ട്രഡീഷണലി പ്രായമായവരിലാണ് സാധാരണ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ കാണുന്നതായിട്ട്. പക്ഷേ ഇപ്പോൾ ആ ട്രെൻഡിൽ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? നമ്മൾ ഉണ്ട്, ഒത്തിരി വ്യത്യാസം കാണുന്നുണ്ട്. ശരിക്കും ഒരു ഏജ് കൂടുന്ന അനുസരിച്ചിട്ടാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതൽ. പക്ഷേ വളരെ കുറച്ച് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട്, എസ്പെഷ്യലി ഇപ്പം ഈ ലാസ്റ്റ് ഇയർ ഒക്കെ ആയിട്ട് വളരെ യങ് ഏജിൽ വരെ നമ്മൾ ക്യാൻസർ പിക്ക് ചെയ്യുന്നുണ്ട്. 20 years, 23, 26. സോ ഇറ്റ് ഈസ് ഇൻക്രീസിങ്. അത് പ്രായം ഇപ്പോൾ ഒരു കണക്കിലെടുക്കാൻ പറ്റും അല്ലേ മാം? പ്രായം കൂടുന്തോറും ക്യാൻസർ റിസ്ക് കൂടുന്നുണ്ട്, എസ്പെഷ്യലി ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് കൂടുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു 10 years യങ്ങർ, ഇപ്പം വെസ്റ്റിലൊക്കെ 60 വയസ്സാണ് പീക്ക് ഏജ് എങ്കിൽ നമ്മുടെ നാട്ടിൽ അത് 40 to 45 ആണ് പീക്ക് ഏജ് വരുന്നത്. പക്ഷേ ഒരു റിസ്ക് ലക്ഷ്മി പറഞ്ഞതുപോലെ ചെറിയ കുട്ടികളിലും ഇല്ലാതില്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് അലാർമിങ്. പക്ഷേ we see a lot of young girls with breast cancer as well. And 30 years മുതൽ നമ്മുടെ നാട്ടിൽ റിസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വെസ്റ്റിൽ ഇത് പോപ്പുലേഷൻ കുറച്ചുകൂടെ ഏജ്ഡ് ആൾക്കാരിലാണ് കാണുന്നത്. പക്ഷേ ലോട്ട് ഓഫ് ജോഗ്രഫിക് പൊല്യൂഷൻ, ലൈഫ് സ്റ്റൈൽ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? സാധാരണ ഒരാൾക്ക് ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഡെവലപ്പ് ചെയ്യാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ ബേസിക്കലി ചിലത് നമുക്ക് മോഡിഫൈ ചെയ്യാവുന്ന റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, പിന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത അൺമോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ അൺമോഡിഫയബിൾ ബേസിക്കലി ഒന്ന് ബീയിങ് എ ഫീമെയിൽ. സോ ബീയിങ് എ ഫീമെയിൽ ഇറ്റ് സെൽഫ് മേക്സ് യു പ്രോൺ ടു ഡെവലപ്പ് ക്യാൻസർ. എല്ലാ സ്ത്രീകളും നമ്മൾ പറയുന്നത് ദർ ഇസ് നോ ലോ റിസ്ക് ആൾക്കാർ, എല്ലാവരും ഒരു ആവറേജ് റിസ്ക് ആണ്. ആൻഡ് ആസ് യു ഏജ് ദ റിസ്ക് ഗോസ് അപ്പ്. സോ വൺ ഇസ് ബീയിങ് എ ഫീമെയിൽ. സെക്കൻഡ് ഏജ് ആണ്.
ഏജ് കൂടുന്തോറും നാച്ചുറലി ക്യാൻസർ റിസ്ക് കൂടുന്നുണ്ട്. പിന്നെയുള്ളത് ഈ ജനിതക മ്യൂട്ടേഷൻസ്. ചില വളരെ റെയർ ആയിട്ടുള്ള ജനിതക മ്യൂട്ടേഷൻസ് ഉണ്ട്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചാൻസ് ഇൻക്രീസ് ചെയ്യുന്ന ജനിതക മ്യൂട്ടേഷൻ. സോ അതെല്ലാം നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പിന്നെയുള്ളത് ഹോർമോൺസ്. ഈ ബ്രസ്റ്റ് ക്യാൻസർ ഈസ് വൺ ഓഫ് ദ ക്യാൻസേഴ്സ് വിച്ച് ഈസ് നമ്മളെ സ്ത്രീ ഹോർമോൺസ്, അതായത് ഈസ്ട്രജൻ അതിൻ്റെ ഇഫക്റ്റ് കാരണം ഉണ്ടാകാവുന്ന വൺ ഓഫ് ദ ക്യാൻസേഴ്സ് ആണ് ബ്രസ്റ്റ് ക്യാൻസർ. സോ ഈ ഈസ്ട്രജൻ ലെവൽസ് കൂടുതലായിരിക്കുന്ന അവസ്ഥ, അതായത് മെനോപോസ്, മെനാർക്കി, ആർത്തവം തുടങ്ങുന്ന സമയം, ഇതൊന്നും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ. സോ ഇതൊക്കെയാണ് അൺമോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ്. മോഡിഫൈബിൾ ആയിട്ട് ലക്ഷ്മിക്ക് എന്തൊക്കെയാ പറയാവുന്നത്? മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സിൽ കൂടുതൽ വരുന്നത് ഇപ്പോൾ ആൽക്കഹോൾ ഇൻടേക്ക്, ഒബീസിറ്റി, ലാക്ക് ഓഫ് എക്സസൈസ്, മോർ യൂസ് ഓഫ് ഹോർമോൺ, ഇതൊക്കെ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ് വരുന്നത്. ഈ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഒരുവിധം ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ബ്രസ്റ്റ് ക്യാൻസർ ഇസ് ലെസ്. ബേസിക്കലി ഫോർ എല്ലാ ക്യാൻസേഴ്സിനും ആൽക്കഹോൾ സ്മോക്കിംഗ് ഡയറക്റ്റ് ആസ് വെൽ ആസ് പാസീവ് സ്മോക്കിംഗ്. കുടുംബത്തിലെ ആരെങ്കിലും വീട്ടുകാരിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പാസീവ് സ്മോക്കിംഗ്, ഓൾ ദീസ് ക്യാൻ ഇൻക്രീസ്. ഈ ഡയറക്റ്റ്ലി നമ്മൾ തന്നെ സ്മോക്ക് ചെയ്യണമെന്നില്ല, പക്ഷേ ഈ ഇൻഹലേഷൻ ഓഫ് ഈ നമ്മുടെ കുടുംബത്തിലെ മറ്റാരെങ്കിലും വലിക്കുന്ന ഈ പുകവലിയുടെ ഇതെല്ലാം ഇറ്റ്സ് മോർ ഡേഞ്ചറസ് ദാൻ ആക്റ്റീവ് സ്മോക്കിംഗ് ആക്ച്വലി. സോ ആൽക്കഹോൾ സ്മോക്കിംഗ്, പിന്നെ ലക്ഷ്മി പറഞ്ഞത് ഒബീസിറ്റി ഈസ് അഗെയിൻ എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതുകൊണ്ടാണ് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സസൈസ് ആൻഡ് ഈ അവോയ്ഡൻസ് ഓഫ് ഈ ഡയറ്റ്സ്, നമ്മുടെ പ്രോസസ്ഡ് ഫുഡ്സ് ഉണ്ടല്ലോ, കാർബ്സ്, അതുപോലെ ഫാറ്റ്, ഓയിൽ റിച്ച് പ്രോസസ്ഡ് ഫുഡ്സ് എല്ലാം അവോയ്ഡ് ചെയ്യുക. സോ ഓൾ ദീസ് തിങ്സ് നമ്മൾ ആക്ച്വലി ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഫിസിക്കലി ആക്റ്റീവ് ആൻഡ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അവോയ്ഡിങ് ആൽക്കഹോൾ, അവോയ്ഡിങ് സ്മോക്കിംഗ്, ആൻഡ് totally be away from a situation where there is passive smoking. പിന്നെ കൂടുതലും ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ നല്ല, അത് ബ്രസ്റ്റ് ഫീഡിങ് എത്ര മാക്സിമം പ്രൊലോങ് ചെയ്ത് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കാൻ പറ്റിയാലും റിസ്ക് ഫാക്ടർ അത് കുറയ്ക്കാൻ പറ്റും. ബ്രസ്റ്റ് ക്യാൻസർ കുറയ്ക്കാനുള്ള വൺ ഓഫ് ദി റിസ്ക് ഫാക്ടർ ഇതാണ് മോഡിഫൈ. അതെ, ലക്ഷ്മി പറഞ്ഞത് ശരിയാണ്. എസ്പെഷ്യലി പ്രഗ്നൻസി ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ്. പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ വരുമ്പോഴത്തേക്ക് മാത്രമാണ് ബ്രസ്റ്റ് സെൽസ് മെച്യൂർ ആവുന്നത്. സോ ദ മോർ ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ആൻഡ് മോർ ദ ഡ്യൂറേഷൻ, ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഡ്യൂറേഷൻ മിനിമം 1 year, മാക്സിമം അപ് ടു 2 to 2.5 years പോകാമെങ്കിൽ അത്രയും പ്രൊട്ടക്റ്റീവ് ആണ് ഫോർ അഗെയിൻസ്റ്റ് ഡെവലപ്പിംഗ് ബ്രസ്റ്റ് ക്യാൻസർ. അതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും പലർക്കും. ലക്ഷ്മി, വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇപ്പോൾ അമ്മയ്ക്ക് അല്ലെങ്കിൽ മുത്തശ്ശിക്ക് ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊരു ജനറേഷനിലോട്ട് അത് വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ഓഫ് കോഴ്സ് ഉണ്ട്. അത് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, അത് മദറിൻ്റെ സൈഡിലാണെങ്കിലും ഫാദറിൻ്റെ സൈഡിലാണെങ്കിലും, രണ്ട് സൈഡിലാണെങ്കിലും ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിൽ ആർക്കെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ തന്നെ അടുത്ത ആൾക്ക് വരാനുള്ളത് ഒരു 2 times ഇൻക്രീസ് പറയുന്നുണ്ട്. 2 times കൂടുതലാണ് അവർക്ക് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ്. അപ്പം അവെയർ ആയിരിക്കാം. വരണം എന്നല്ല, 2 times ഉള്ളൂ. അപ്പം നമുക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഫാമിലിയിലുള്ള കുട്ടികൾ, അതായത് ഇപ്പോൾ അമ്മയ്ക്ക് വന്ന പെൺമക്കളാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിങ്, അവിടെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്ക്രീനിങ് വരുന്നത്. അവരൊരു 40 വയസ്സ് കഴിയുമ്പോൾ മാമോഗ്രാം എടുത്തു തുടങ്ങാം. മാഡം, സാധാരണ ഇപ്പോൾ ബ്രസ്റ്റിലെ എല്ലാ മുഴകളും നമുക്ക് ക്യാൻസർ ആവണം എന്ന് ഇല്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം. വേറെ എന്തെങ്കിലും തരം ഡയഗ്നോസിസ് ഇതിനുണ്ടാകുമോ, അതോ എല്ലാ ഡയഗ്നോസിസും നമ്മൾ ക്യാൻസറിനെ കുറിച്ച് സംശയിക്കേണ്ട ഒരു കാര്യമുണ്ടോ? അതിനൊരു ക്ലാരിറ്റി വരാണെങ്കിൽ. എല്ലാ മുഴകളും ക്യാൻസർ അല്ല, പക്ഷേ 40 വയസ്സ് കഴിഞ്ഞവരിൽ വരുന്ന എല്ലാ പുതിയ മുഴകളിലും നമ്മൾ ക്യാൻസർ റൂൾ ഔട്ട് ചെയ്യണം. സോ ദാറ്റ് ഈസ് എ മെസ്സേജ് ദാറ്റ് വി വാണ്ട് ടു സേ. 40 വയസ്സ് കഴിഞ്ഞവരിൽ ഏത് പുതിയ മുഴകൾ വന്നു കഴിഞ്ഞാലും മാമോഗ്രാമും വേണ്ടി വന്നാൽ ബയോപ്സിയും ചെയ്ത് അത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പ് വരുത്തണം. പക്ഷേ ചെറിയ കുട്ടികളിൽ 15 പ്യൂബർട്ടി ഉള്ള സമയത്ത്, ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ഫൈബ്രോ അഡിനോമാസ് എന്ന് പറയും, ബിനൈൻ ക്യാൻസറസ് അല്ലാത്ത ഫൈബ്രോ അഡിനോമാസ് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. സോ അതൊന്നും കണ്ടു പേടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഫില്ലോയിഡ്സ് എന്ന് പറയുന്ന മുഴകളുണ്ട്. ഗ്രോത്ത് വരാം, പക്ഷേ അതൊന്നും ക്യാൻസറസ് ആവണമെന്നില്ല. പിന്നെ പ്രായമായവരിലും ഈ വേദനയോടുകൂടിയ സിസ്റ്റ് വരാം. ഈ ബേസിക്കലി ഇതെല്ലാം ബ്രസ്റ്റ് ഉൾവലിയുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചേഞ്ചസ് ആണ്. സോ സിസ്റ്റ് തന്നെ ചിലപ്പോൾ മുഴയായിട്ട് വരാം. സോ ബേസിക്കലി ഇതെല്ലാം നമ്മൾ എന്തെങ്കിലും സംശയം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് ഇതിനകത്ത് ക്യാൻസർ ഉണ്ടോ ക്യാൻസർ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. സോ എല്ലാ മുഴയും ക്യാൻസർ അല്ല, എസ്പെഷ്യലി പക്ഷേ 40 വയസ്സ് കഴിഞ്ഞവരിൽ
മുഴകൾ കണ്ടു കഴിഞ്ഞാൽ പരിശോധിച്ച് ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ശരി. അപ്പോൾ എന്താണ് സാധാരണ ക്യാൻസർ സംശയിക്കാനുള്ള ലക്ഷണങ്ങൾ? ഒരാൾക്കൊരു മുഴയുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും അയാൾ സംശയിക്കേണ്ടത്? പ്രധാന ലക്ഷണം വരുമ്പോൾ തന്നെ ഒന്ന് പെയിൻലെസ് ലംബ്. ഇപ്പം മാറിൽ കട്ടിയായിട്ടാണ് സാധാരണ ഫീൽ ചെയ്യുന്നത്. മെജോറിറ്റി ഓഫ് ദി ആൾക്കാരും ഒരു ബ്രസ്റ്റിൽ എവിടെയെങ്കിലും ഒരു കട്ടി തോന്നുന്നു എന്ന് പറഞ്ഞാണ് ഫീൽ ചെയ്യുന്നത്, പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ കട്ടി ബേസിക്കലി പെയിൻലെസ് ആയിരിക്കും. ആൻഡ് സോ അത് വൺ ഓഫ് ദ ഒരു രീതി. പിന്നെ സ്റ്റേജ് അഡ്വാൻസ് ചെയ്യും തോറും ഈ കട്ടി സൈസ് കൂടി വരാം, നിപ്പിൾ ഉൾവലിയ, കക്ഷത്തിൽ മുഴകൾ വരാം, വീക്കം വരാം, കൈക്ക് നീര് വരാം, ബ്രസ്റ്റ് തന്നെ നീര് വയ്ക്കാം. സോ ഇതൊക്കെ സ്റ്റേജ് അഡ്വാൻസ് ചെയ്യുമ്പോഴുള്ള ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണം അതായത് ഒരു കട്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ തന്നെ അതൊരു 2-3 സെൻറ്റിമീറ്റർ വലുപ്പമായി കഴിഞ്ഞാൽ മാത്രമേ പല പേഷ്യൻസിനും കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. സോ പ്രധാന ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. നിപ്പിൾ ഡിസ്ചാർജ് ഡിസ്ചാർജ് ചില സ്ത്രീകൾ പ്രസന്റ് ചെയ്യുന്ന നിപ്പിൾ ഡിസ്ചാർജ് ആയിരിക്കും. അതും എസ്പെഷ്യലി സ്പോണ്ടേനിയസ് ആയിട്ട്, അതായത് നിപ്പിൾ ഞെക്കാതെ വരുന്ന ബ്ലഡ് അല്ലെങ്കിൽ കുടി വെള്ളം, വാട്ടറി നിപ്പിൾ ഡിസ്ചാർജ് ഒക്കെ ഓബ്വിയസ് മുഴ വരുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേ ഡിറ്റക്ട് ചെയ്യുന്നത് തന്നെ ഒരു ഡിസ്ചാർജ് ചിലപ്പോൾ ചിലർക്ക് ഡിസ്ചാർജ് ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. എല്ലാ ഡിസ്ചാർജസും പ്രശ്നമില്ല. ബട്ട് കോമൺ ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഈ റെയർ ആയിട്ടാണ് ബ്രസ്റ്റ് ക്യാൻസർ ഡിസ്ചാർജ് ആയിട്ട് വരുന്നത്. ബട്ട് യൂഷ്വലി ചെക്ക് ചെയ്ത് നോക്കണം. ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസിനൊക്കെ തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ അല്ലേ? അതിനെക്കുറിച്ച് ജസ്റ്റ് അതിൻ്റെ ഒരു റിലവൻസ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണെന്നൊന്ന് പറയാൻ വേണം. സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ അഥവാ സ്വയം പരിശോധന, അത് ബേസിക്കലി നമ്മൾ ബ്രസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ്, മുഴകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം, സൈസ് വ്യത്യാസം, ഷേപ്പ് വ്യത്യാസം, നീര് വരിക, ഈ വിധ കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും. സോ ബേസിക്കലി സ്വയം പരിശോധന വഴി ബ്രസ്റ്റ് അവെയർ ആവുക എന്നുള്ളതാണ്. ഇപ്പോൾ വലതുവശം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, ഇടതുവശം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, നോർമൽ നമ്മുടെ അപ്പിയറൻസ് എങ്ങനെയാണ്. യൂഷ്വലി മിക്ക സ്ത്രീകളും ഇതൊന്നും ശ്രദ്ധിക്കലില്ല. സോ ഈ സ്വയം പരിശോധന വഴി ഇഫ് യു ആർ ഈ ബ്രസ്റ്റിൻ്റെ ഘടന, നോർമൽ നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഫീൽ എങ്ങനെയാണ്, ഇതൊക്കെ അവെയർ ആവുകയാണെങ്കിൽ മാസം തോറും സ്വയം പരിശോധന ചെയ്യുന്നത് വഴി ഈ ലക്ഷണങ്ങൾ ചെറുതായി തുടങ്ങുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ കട്ടി പോലുള്ളൊരു ഫീലിംഗ്, അല്ലെങ്കിൽ ഡിസ്ചാർജ് വരുന്നു, ചെറിയ ഷേപ്പ് വ്യത്യാസം വരുന്നു, ഇതൊക്കെ നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. സോ സ്വയം പരിശോധന ഈവൻ ദോ നമുക്ക് 100% സക്സസ് കിട്ടുന്നില്ലെങ്കിലും ഒരു പരിധിവരെ ലേറ്റ് ഡയഗ്നോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ സ്വയം പരിശോധന നമ്മളെ സഹായിക്കും. ഡോക്ടർ ലക്ഷ്മി, ഒരാളിപ്പോൾ ഒരു സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്തു, അതിൽ എന്തെങ്കിലും ഒരു സംശയാസ്പദമായി എന്തെങ്കിലും അവർക്ക് ഫീൽ ചെയ്തുന്നുണ്ടെങ്കിൽ അടുത്തൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഓക്കെ, അപ്പോൾ അത് ഈ ഏജ് വെച്ചിട്ട് നമുക്ക് പറയാം. ഇപ്പം ഈ പറഞ്ഞ പോലെ മാം പറഞ്ഞ പോലെ ചെറിയ കുട്ടികളിലും ഫൈബ്രോഡിനോമ പോലത്തുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഏത് ഏജ് വെച്ച് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. 40 വയസ്സിന് താഴെയുള്ള സ്ത്രീകളാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ഒരു തടിപ്പ് പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അൾട്രാസൗണ്ട് ബ്രസ്റ്റ് ആണ്. അൾട്രാസൗണ്ട് ബ്രസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പം റേഡിയോളജിസ്റ്റിന് തോന്നുകയാണ് അതൊരു സംശയാസ്പദമായ ക്യാൻസർ പോലത്തെ മുഴയാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അതിൽ മാമോഗ്രാം എടുക്കുന്നതിൽ തെറ്റില്ല. മാമോഗ്രാം എടുത്ത് അത് കൺഫേം ചെയ്യും. 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഫസ്റ്റ് ലൈൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് മാമോഗ്രാം ആണ്. മാമോഗ്രാം ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അൾട്രാസൗണ്ടും ചെയ്ത് ഒരു കൺക്ലൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ ചില കേസസിൽ ഇപ്പോൾ അത് ക്യാൻസർ ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ സ്റ്റേജിങ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ MRI പോലത്തുള്ള ടെസ്റ്റ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് എൻഹാൻസ് മാമോഗ്രഫി, അത് ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. അതും ഈ ടെസ്റ്റുകൾ വെച്ചിട്ട് നമുക്ക് സ്റ്റേജിങ് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ടെസ്റ്റുകളും യൂസ് ചെയ്യാവുന്നതാണ് ഫോർ ഡയഗ്നോസിസ്. നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആക്സസിബിലിറ്റിയാണ്. എല്ലായിടത്തും മാമോഗ്രാം ടെസ്റ്റ് അവൈലബിൾ അല്ല. സോ ബേസിക്കലി സിറ്റീസ് അല്ലെങ്കിൽ ടൗണുകളിലൊക്കെ ആയിരിക്കും മാമോഗ്രാം ഉള്ളത്. സോ നമ്മൾ റൂറൽ ഏരിയാസിലൊക്കെ എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞിരുന്നാൽ ഉടനെ നമ്മൾ അടുത്തുള്ള ഫിസിഷ്യൻസ് അല്ലെങ്കിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സ് ആരെങ്കിലും സർജൻസിനെയോ ആരെങ്കിലും കാണിച്ച് സംശയ നിവാരണം വരുത്തുക. എന്നിട്ട് മാമോഗ്രാം ടെസ്റ്റ് കഴിവതും വേഗം മാമോഗ്രാം ടെസ്റ്റ് ചെയ്യാം. ഡോക്ടറുടെ പരിശോധനയോ സ്വയം പരിശോധനയോ വെച്ച് 100% നമുക്കിത് ഒരിക്കലും ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നും അല്ലാന്നും പറയാൻ പറ്റില്ല. മാമോഗ്രാം വേണം. പലപ്പോഴും നമ്മൾ ഈ ഡേ ടു ഡേ പ്രാക്ടീസിൽ കാണുന്നത് 6 മാസം മുമ്പേ കണ്ട മുഴയായിരിക്കും
അടുത്തുള്ള ഡോക്ടറെ കണ്ടു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു, മാമോഗ്രാം ചെയ്തില്ല. ആൻഡ് ദെൻ ഇപ്പോൾ ബ്രസ്റ്റ് നമുക്ക് അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് വരുന്നു. സോ എപ്പോഴും ഡോക്ടർക്കോ അതല്ലെങ്കിൽ സ്വയം പരിശോധനയോ ഒരിക്കലും 100% ക്യാൻസർ ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ പറ്റില്ല. സോ ഓൾവേസ് ബ്രസ്റ്റിൽ എന്ത് കംപ്ലൈൻറ്റ്, കട്ടി ഇല്ലെങ്കിലും വേദന, ഡിസ്ചാർജ്, എന്ത് ബുദ്ധിമുട്ട് തോന്നിയിരുന്നാലും ഈ നമ്മൾ പരിശോധനയുടെ കൂടെ മാമോഗ്രാം എപ്പോഴും മസ്റ്റായിട്ട് അത് ചെയ്തിരിക്കണം. ആക്സസ് നമുക്ക് ഇപ്പോൾ എല്ലാ റൂറൽ കേരളമെമ്പാടും മാമോഗ്രാംസ് അവൈലബിൾ അല്ല. പക്ഷേ ഉള്ളിടത്ത് അടുത്തുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയി നമ്മൾ മാമോഗ്രാം ടെസ്റ്റ് ചെയ്യുക, ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുക ആദ്യം. അതുപോലെ തന്നെ മാം പറഞ്ഞത് ഒരു പോയിന്റ് കൂടി എന്ന് വെച്ചാൽ ഒരു കൺസേൺ ഉണ്ട്. പക്ഷേ കൂടുതലും നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ പ്രഗ്നൻസി അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാരില്ല, ലാക്ടേഷൻ പീരീഡിൽ കൂടുതലും ലേഡീസ് ഇപ്പോൾ വരും, തടിപ്പ് ഉണ്ടെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ they'll think that അത് പാല് കെട്ടിക്കിടക്കുന്നതല്ലേ. ഇപ്പം നമ്മൾ കാണുന്ന ഒരു കുറച്ച് സിനേറിയസ് ആയിട്ട് ഇപ്പോൾ ഈ അടുത്ത് കാണുന്നത് അങ്ങനെ അങ്ങ് വിചാരിച്ച് അവർ തന്നെ ആരെയും കാണിക്കില്ല, ഇഗ്നോർ ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു കൺസേൺ ഉണ്ടെങ്കിൽ പോലും എപ്പോഴും ഒരു സ്കാൻ, എസ്പെഷ്യലി ഒരു അൾട്രാസൗണ്ട് എങ്കിലും ചെയ്ത് അത് ക്യാൻസറസ് മുഴയല്ല എന്ന് ഉറപ്പ് വരുത്താം. മാഡം ലക്ഷ്മി ഇപ്പോൾ മാമോഗ്രാമിനെ കുറിച്ച് പറയണ്ടേ, എനിക്കൊന്ന് മാമോഗ്രാമിനെ കുറിച്ച് ആൾക്കാർ കുറച്ചുകൂടി ഒരു ധാരണ കിട്ടാനായിട്ട് എന്താണ് മാമോഗ്രാമിന് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ഒരു വലിയൊരു ടെസ്റ്റ് ആണെന്നും അല്ലെങ്കിൽ വളരെ സമയം എടുക്കുന്ന വളരെ പൈസ ആകുന്ന ഒരു ടെസ്റ്റ് ആണെന്നും ഒരു ധാരണ പലർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ശരിക്കും ഒരു മാമോഗ്രാമിൻ്റെ ലക്ഷ്മിയുടെ അടുത്ത് വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ആക്ച്വലി മോർ ദാൻ പൈസയ്ക്ക് ഉപരി എല്ലാവർക്കും ഒരു പേടി അല്ലെങ്കിൽ ഒരു മിത്ത് എന്ന് പറയുന്നത് ഫസ്റ്റ് തിങ് ഇത് ഭയങ്കര റേഡിയേഷനാണ്, ഈ റേഡിയേഷൻ കാരണം എനിക്ക് ക്യാൻസർ വരും. നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ പറയും ചിലരൊക്കെ ഒട്ടും വില്ലിങ് അല്ല എടുക്കാൻ, ഈ റേഡിയേഷൻ കാരണം എനിക്ക് ക്യാൻസർ വരും, എനിക്ക് ഇത് വേണ്ട. പിന്നെ പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആണ്, അത് കാരണം ഈ ടെസ്റ്റ് അവോയ്ഡ് ചെയ്യുന്ന കുറേ ഗ്രൂപ്പ് ഓഫ് ലേഡീസ് ഉണ്ട്. എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് ഇവിടെ വരുമ്പം ഇത് ആക്ച്വലി മാമോഗ്രാം എന്ന് പറഞ്ഞാൽ എക്സ്റേ ഓഫ് ദ ബ്രസ്റ്റ് ആണ്. ആ എക്സ്റേയുടെ റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു സൈഡ് എടുക്കുമ്പോൾ തന്നെ അത് 1.4 മില്ലിഗ്രയിൽ താഴെയാണ്. ഓവറോൾ ഇറ്റ് ഈസ് ലെസ് ദാൻ 2.6. അതൊരു ഫേറ്റൽ റേഡിയേഷൻ ഡോസ് അല്ല, വലിയൊരു ക്യാൻസർ കോസിങ് റേഡിയേഷൻ ഡോസ് അല്ല. ഓക്കെ, അത് കാരണം ഉണ്ടാവില്ല. കാരണം ആ ഒരു റേഡിയേഷൻ നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സ് ഒരു 2-3 months കൊണ്ട് സറൗണ്ടിങ് റേഡിയേഷൻസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നുള്ളത് പെയിൻ എന്നുള്ളതാണ്. ശരിയാണ്, പെയിൻ ആണ്. കാരണം ബ്രസ്റ്റ് കംപ്രസ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സ്റേ എടുത്ത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പെയിൻഫുൾ ആണ്. പക്ഷെ അത് നമ്മളൊന്ന് ടൈം റെഗുലേറ്റ് ചെയ്ത്, അതായത് പീരീഡ്സിനും അടുപ്പിച്ചെടുക്കുമ്പോഴാണ് ഈ പെയിൻ പറയുന്നത്. പീരീഡ്സിന്റെ സമയം ഒരു 7th അല്ലെങ്കിൽ 10th ഡേ കഴിഞ്ഞ് മാമോഗ്രാം എടുത്തു കഴിഞ്ഞാൽ വേദന കുറവായിരിക്കും. അപ്പം ഒരു ക്ലിയർ മെസ്സേജിങ് എനിക്ക് പോകണം തോന്നുന്നു അല്ലേ? മാമോഗ്രാം എന്ന് പറയുന്ന അത്ര ഒരു ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് അല്ല എന്നുള്ളൊരു മെസ്സേജിങ് ഇറ്റ്സ് നോട്ട് എ ഹാംഫുൾ ടെസ്റ്റ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ശരിയാണ്, മോസ്റ്റ് ഓഫ് ദ ക്യാൻസേഴ്സ് മുഴയായിട്ട് തന്നെയാണ് വരുന്നത്. ഒരു സ്ത്രീ അല്ലെങ്കിൽ നമ്മൾ ക്ലിനിഷ്യൻ എക്സാമിൻ ചെയ്ത് ലംബായിട്ട് വരുമ്പോഴാണ് അത് ഓക്കെ ക്യാൻസർ ആണോ അല്ലേ. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു 10-15% ഏർലി സ്റ്റേജ് ഡക്ടൽ കാർസിനോമ ഇൻസിറ്റു അല്ലെങ്കിൽ DCIS എന്ന് പറഞ്ഞത് യൂഷ്വലി കാണുന്നത് കാൽഷ്യം ഗ്രൂപ്പ്ഡ് കാൽഷ്യം അല്ലെങ്കിൽ സസ്പീഷ്യസ് കാൽഷ്യം ഡോട്ട്സ് ആയിട്ടും കാണും. മുഴ മാത്രമല്ല, ചിലപ്പോൾ അയസിമെട്രീസ്, നമ്മൾ മെഡിക്കൽ ടെർമിനോളജി പറയുമ്പോൾ അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ ഡിസ്റ്റോർഷൻ, ഇതൊക്കെ ഒരു ക്യാൻസർ ആയിട്ട് കാണും. അത് ചിലപ്പോൾ കൈ കൊണ്ട് പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ കിട്ടണം എന്നില്ല. അത് ഈ സ്ക്രീനിങ്ങിൽ കൂടി മാത്രം കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ സ്ക്രീനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. 40 years തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനത്തെ ഏർലി സ്റ്റേജ് ക്യാൻസേഴ്സ് അല്ലെങ്കിൽ നോൺ പാൽപ്പബിൾ, പാൽപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത ക്യാൻസറുകളൊക്കെ മാമോഗ്രാം ടെസ്റ്റ് ചെയ്യുന്ന വഴി പിക്ക് ചെയ്യാൻ പറ്റും. ബേസിക്കലി മാമോഗ്രാം ഇസ് എ ലൈഫ് സേവിങ് ആസ് ഫാർ ആസ് ബ്രസ്റ്റ് ക്യാൻസർ വെച്ച് നോക്കുമ്പോൾ ഒരു ടൈംലി മാമോഗ്രാം ആണ് നമുക്ക് ഏർലി ഡിറ്റക്ഷന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. സോ അതുകൊണ്ട് മാമോഗ്രാം ഭയക്കേണ്ട ടെസ്റ്റ് അല്ല, പക്ഷേ ഇറ്റ് ഈസ് എ വെരി നെസസറി ടെസ്റ്റ് ആസ് വെൽ. നമ്മളിപ്പോൾ മാമോഗ്രാം അല്ലെങ്കിൽ അൾട്രാസൗണ്ടിൽ ഒരു മുഴ കണ്ടുപിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ബയോപ്സിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാറുണ്ടോ? അതിൻ്റെ ഒരു ജസ്റ്റ് നെക്സ്റ്റ് സ്റ്റേജ് കൂടെ ഒന്ന് വിവരിക്കുകയാണെങ്കിൽ. നമുക്കൊരു സസ്പീഷ്യസ് മുഴയായിട്ട് തോന്നിയാൽ എസ്പെഷ്യലി അത് നമ്മൾ ബിറാറ്റ്സ് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും മാമോഗ്രാമിൻ്റെ മുഴയുടെ പെർസെൻറ്റേജ് ഓഫ് സസ്പിഷൻ അളക്കുന്നത്. അപ്പോൾ ഒരു 4A ബിറാറ്റ്സ് 4A തൊട്ടുള്ള മുഴകൾ നമ്മൾക്ക് കണ്ടാൽ ആദ്യം ചെയ്യേണ്ടത് ബയോപ്സി തന്നെയാണ്. FNACക്ക് വലിയ പ്രസക്തിയില്ല, കാരണം ബയോപ്സി ചെയ്യുമ്പോൾ കിട്ടുന്ന ടിഷ്യൂ കൊണ്ട് നമുക്ക് അതിൻ്റെ അകത്തുള്ള സപ്പോസ് അത് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രി പോലുള്ള ടെസ്റ്റുകൾ ആ ഒരു കോർ പീസിൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്
ബയോപ്സിയാണ്. ബയോപ്സി ചെയ്യേണ്ടത് 2 രീതിയിലാണ്. ഇപ്പം അൾട്രാസൗണ്ടിലാണ് വ്യക്തമായി ആ മുഴ കാണുന്നതെങ്കിൽ അൾട്രാസൗണ്ട് ഗൈഡഡ് ബയോപ്സി തന്നെ ചെയ്യണം, കോർ ബയോപ്സി ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ വാക്യൂം അസിസ്റ്റഡ് ബയോപ്സി പോലത്തുള്ള ടെക്നിക്സ് ഉണ്ട്. ഈ FNACക്ക് ഇവിടെ ഒരു പ്രസക്തിയില്ല. കാരണം നമ്മൾ ഈ എടുക്കുന്ന ബയോപ്സി അത് അൾട്രാസൗണ്ട് ഗൈഡഡ് കോർ ബയോപ്സി ആണെങ്കിലും വാക്യൂം അസിസ്റ്റഡ് ബയോപ്സി ആണെങ്കിലും അതിൽ എമൗണ്ട് ഓഫ് ടിഷ്യൂ നമുക്ക് കിട്ടുന്നത് ഇറ്റ്സ് മോർ ഹെൽപ്ഫുൾ ഫോർ ഡിറ്റക്ടിങ് ദ IHC ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രി കിട്ടാനും ക്യാൻസറിൻ്റെ സബ് ടൈപ്സ് അറിയാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഇന്നിപ്പം നേരത്തെ പറഞ്ഞ പോലെ കാൽഷ്യമാണ് കാണുന്നെങ്കിൽ ഫോർ എക്സാമ്പിൾ അത് കൂടുതലും മാമോഗ്രാമിലേ പിക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ മാമോഗ്രാം ഗൈഡഡ് അല്ലെങ്കിൽ ടോമോസിന്തസിസ് ഗൈഡഡ് കോർ ബയോപ്സി അല്ലെങ്കിൽ ടോമോസിന്തസിസ് ഗൈഡഡ് വാക്യൂം അസിസ്റ്റഡ് ബയോപ്സി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ലീഷൻ ക്യാരക്ടറൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് വന്നു അന്ന് തന്നെ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണോ അതോ? അതെ, ഇപ്പം അൾട്രാസൗണ്ട് ഇപ്പം മാമോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അത് അൾട്രാസൗണ്ടിൽ കാണുന്ന ലീഷൻ ആണെങ്കിൽ അന്ന് തന്നെ നമ്മൾ ചെയ്യും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ വാക്യൂം അസിസ്റ്റഡ് ബയോപ്സീസ് അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അന്ന് പറ്റില്ല. കാരണം ഈ മാമോഗ്രാം മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ഈ വാക്യൂം അസിസ്റ്റഡ് ബയോപ്സി ചെയ്യുന്നത്. അപ്പം നമ്മൾ വെരി നെക്സ്റ്റ് ഡേറ്റ്സിൽ എക്സാക്ട്ലി ഡേ കേസ് ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രൊസീജിയർ ഒരു 20 മിനിറ്റ്സിൽ തന്നെ തീരും. പക്ഷേ മെഷീൻ ഒന്നുമില്ല, ലോക്കൽ അനസ്തേഷ്യയിൽ തന്നെയാണ്. അൾട്രാസൗണ്ട് ഗൈഡഡ് ആണെങ്കിലും മാമോഗ്രാം ഗൈഡഡ് ആണെങ്കിലും ലോക്കൽ അനസ്തേഷ്യയിൽ ചെയ്യത്തുള്ളൂ. അതിന് സ്റ്റിച്ച് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ബാൻഡേജ് ഇട്ട് അങ്ങനെ വിടും. ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഡയഗ്നോസിസും അതുപോലെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെയും ഒരു പ്രധാന ഭാഗമാണ് ഇമേജിങ്. സോ ഈ ഇമേജിങ് ഓവർ ദ ലാസ്റ്റ് 10 years, ഓവർ ദ ലാസ്റ്റ് ഡെക്കേഡ് ഇമേജിങ് കംപ്ലീറ്റ്ലി മാറി മറിഞ്ഞിട്ടുണ്ട്. പണ്ട് നമുക്ക് ഒരു 2D മാമോഗ്രാം 2 ഫിലിം കിട്ടും. അത് മിക്കവാറും ഒരു 4-5 സെൻറ്റിമീറ്റർ മുഴയുള്ള ഒരു കട്ടി ഇങ്ങനെയായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ലക്ഷ്മിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വി സി ലൈക്ക് 1 millimeter, 2 millimeter, 3 millimeter ഡോട്ട്സ് ഓഫ് കാൽസിഫിക്കേഷൻ. കട്ടി വരുന്നതിന് മുന്നേ തന്നെയുള്ള ഈ സ്റ്റേജ് 0 എന്ന് പറയും. അപ്പോൾ വി ഗെറ്റ് ലോട്ട് ഓഫ് പേഷ്യൻസ് ഈ ക്യാൻസർ എന്നൊരു സ്റ്റേജിന് മുന്നേയുള്ള സ്റ്റേജ് 0 തന്നെ. സോ ദാറ്റ് ഈസ് ദ അഡ്വാൻസ്മെന്റ് ഇൻ ഇമേജിങ്. ഇപ്പോൾ ലക്ഷ്മിയുടെ ഡിപ്പാർട്ട്മെന്റിൽ നോട്ട് ഓൺലി വി ഹാവ് ദി ലേറ്റസ്റ്റ് കോൺട്രാസ്റ്റ് എൻഹാൻസ്ഡ് മാമോഗ്രാഫി, വാക്യൂം അസിസ്റ്റഡ് ബയോപ്സി. കേരളത്തിൽ നമുക്ക് അല്ലേ വൺ ഓഫ് ദ സെന്റേഴ്സ് ഇതിലൊക്കെ ഈ അതായത് ഈ ഒരു മെഷീൻ ഗൈഡഡ് ആയിട്ട് എവിടെയെങ്കിലും ബ്രസ്റ്റിന്റെ ഏതെങ്കിലും കോർണറിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്പെക്ക് ഓഫ് കാൽസ്യം ആയിരിക്കും ബയോപ്സി. സോ അത് നമുക്ക് 1, 2, 3 millimeter സ്റ്റേജിലാണ് ഈ ക്യാൻസേഴ്സ് കണ്ടുപിടിക്കുന്നത്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് അഡ്വാൻസസ് ആസ് ഫാർ ആസ് ഈ ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസിസിൽ ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഹാസ് ഹെൽപ് ദി സർജിക്കൽ മാനേജ്മെന്റ് എ ലോട്ട്. സോ വി ബേസിക്കലി ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ടീമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇമേജ് പോയി കാണണം ആൻഡ് ദേ ഹാവ് ടു ഹെൽപ്പ് അസ് വിത്ത് ദ ബയോപ്സി എടുത്ത സൈറ്റ് ക്ലിപ്പ് ചെയ്യണം. സോ എന്നിട്ട് ഇവരുടെ ഹെൽപ്പോട് കൂടി മാത്രമേ ഞങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാനും പറ്റൂ. ആൻഡ് ഓൾസോ ദ ഔട്ട്കം ഓഫ് സർജറി, ദ ടൈപ്പ് ഓഫ് സർജറി, നമ്മൾ ചെയ്യുന്ന സർജറി, ഈ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി, അതിന്റെ ക്വാളിറ്റി ഈസ് മച്ച് ബെറ്റർ ബിക്കോസ് വി ഹാവ് നമുക്ക് ഈ അഡ്വാൻസ്ഡ് ഇമേജിംഗ് ഉള്ളതുകൊണ്ട്. എക്സാക്ട്ലി. കാരണം വെച്ചാൽ 2D മാമോഗ്രഫിയാണ് കൂടുതലും മിക്ക സ്ഥലങ്ങളിൽ അവൈലബിൾ. പക്ഷെ നമ്മൾ കഴിഞ്ഞ ഒരു 9 വർഷമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 3D മാമോഗ്രഫി അല്ലെങ്കിൽ ടോമോസിന്തസിസ്. അപ്പൊ അത് ബ്രസ്റ്റിന്റെ 1 millimeter സ്ലൈസിലാണ് നമ്മളത് വ്യൂ ചെയ്യുന്നത്. ഇറ്റ്സ് എ 3D ഇമേജിംഗ്. അപ്പൊ ആ 1 millimeter സ്ലൈസ് എക്സാക്ട്ലി ഇറ്റ് ഈസ് യു ക്യാൻ കോൾ ഇറ്റ് ആസ് എ CT സ്കാൻ. അത് 1 millimeter സ്ലൈസ് തന്നെ കാണുമ്പം മോസ്റ്റ് ഓഫ് ദ ടൈംസ് വി വിൽ പിക്ക് മില്ലിമെട്രിക് ലീഷൻസ് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ്ഡ് അല്ലെങ്കിൽ സസ്പീഷ്യസ് കാൽഷ്യം എന്ന് പറയുന്നത് മിസ്സാവത്തില്ല. അങ്ങനെ പിക്ക് ചെയ്യുമ്പം തന്നെ വി ആർ സേവിങ് ദ പേഷ്യൻ്റ്. ഓക്കെ, നമ്മൾ ആ ഒന്നുമില്ലാതെ സ്ക്രീനിങ്ങിന് വന്നിട്ട് നമ്മളിങ്ങനെ ഒരു കാൽഷ്യം അല്ലെങ്കിൽ ചെറിയ മില്ലിമെട്രിക് ലീഷൻസ് കണ്ടുപിടിച്ച് അതൊരു ക്യാൻസർ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ വി ആർ സേവിങ് ദം അത് സ്റ്റേജ് 0, സ്റ്റേജ് 1 തന്നെ നമ്മളത് കണ്ടുപിടിച്ച് കൊടുക്കുന്നു. പിന്നെ 3D മാമോഗ്രാം മാത്രമല്ല, ഫോർ ദ ലാസ്റ്റ് 3 years വി ഹാവ് ഇൻട്രൊഡ്യൂസ് കോൺട്രാസ്റ്റ് എൻഹാൻസ് മാമോഗ്രഫി. ഇപ്പം സ്ത്രീകളുടെ ബ്രസ്റ്റിൻ്റെ ഡെൻസിറ്റി ഇപ്പം കാറ്റഗറി C അല്ലെ കാറ്റഗറി D ഡെൻസ് ബ്രസ്റ്റ് ഉള്ളവർക്ക് കോൺട്രാസ്റ്റ് ഇഞ്ചെക്ട് ചെയ്ത് മാമോഗ്രാം കൊടുക്കുമ്പം ഈ ഡെൻസിറ്റി അത് സപ്രസ് ചെയ്യും. മുഴകൾ സസ്പീഷ്യസ് ആയിട്ടുള്ള മുഴകൾ അല്ലെങ്കിൽ അല്ലാത്ത മുഴകളാണെങ്കിൽ അത് എൻഹാൻസ് ചെയ്ത് വരും. അങ്ങനെയും നമ്മൾ ക്യാൻസർ പിക്ക് ചെയ്യുന്നുണ്ട്. മാഡം, നമുക്കിപ്പോൾ ഒരു മുഴ ക്യാൻസർ ആയിട്ട് നമ്മൾ സ്ഥിരീകരിച്ചു എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ട്രീറ്റ്മെന്റ് പ്ലാൻ എന്തായിരിക്കും പൊതുവെ? അതൊരു എന്താ പറയുക, ഇറ്റ്സ് എ
കോംപ്ലിക്കേറ്റഡ് ഏരിയ. ആൻഡ് ഇറ്റ്സ് നോട്ട് ബൈ ലൈക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാനിന് വി നീഡ് എ ടീം ഓഫ് പീപ്പിൾ. ഒരാൾ മാത്രമല്ല പ്ലാൻ ഉണ്ടാക്കുന്നത്. ബിക്കോസ് ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ സർജറി വേണം, ചിലപ്പോൾ കീമോതെറാപ്പി, റേഡിയേഷൻ, ടാർഗറ്റഡ് തെറാപ്പി, ഹോർമോൺ തെറാപ്പി. സോ വിവിധ സ്പെഷ്യലിസ്റ്റുകൾ ഇൻവോൾവ് ആണ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ. എവ്രിബഡി ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. സർജൻ, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്, ദെൻ അതർ സപ്പോർട്ട് ടീംസ്, ഇമേജിങ് സ്പെഷ്യലിസ്റ്റ്, എല്ലാവരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഫോം ചെയ്യുന്നത് ഒരു ബോർഡ് മീറ്റിംഗ്, ട്യൂമർ ബോർഡ് മീറ്റിംഗ്, ആൻഡ് എല്ലാവർക്കും ഇൻഡിവിജ്വലൈസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ഒരു 10-20 വർഷം മുന്നെയൊക്കെ കാടടച്ച് വെടിവെക്കുകയായിരുന്നു. ക്യാൻസർ ഡയഗ്നോസിസ്, ടേക്ക് അവേ ദ ബ്രസ്റ്റ്, അത് കഴിഞ്ഞ് ബ്രസ്റ്റ് നീക്കം ചെയ്യുക, കീമോതെറാപ്പി കൊടുക്കുക. എല്ലാവർക്കും ഒരേ തരം സർജറി, എല്ലാവർക്കും ഒരേ തരം കീമോതെറാപ്പി. ഇതെല്ലാം മാറിയിട്ട് ഇപ്പോൾ നാളുകൾ കുറേയായി. സോ ബേസിക്കലി ഇറ്റ് ഈസ് ഇൻഡിവിജ്വലൈസ്ഡ് പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ് ഫോംഡ് ബൈ നമ്മളൊരു ട്യൂമർ ബോർഡിൽ ഈ എല്ലാ സ്പെഷ്യലിസ്റ്റിൻ്റെയും അഭിപ്രായം വെച്ചിട്ട് വി ഡിസൈഡ് ഹൗ ടു പ്രൊസീഡ്. സോ അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഫോം ചെയ്യുന്നത്. ഓവറോൾ പറയുകയാണെങ്കിൽ ഏർലി സ്റ്റേജസ്, ക്യാൻസേഴ്സിന് പല സ്റ്റേജസ് ഉണ്ടല്ലോ. ഏർലി സ്റ്റേജിൽ നമ്മൾ സർജറി ആദ്യം ചെയ്തിട്ട് പിന്നെ തുടർ ചികിത്സകൾ, കീമോ, റേഡിയേഷൻ, വിവിധ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ തുടക്കത്തിൽ നമ്മൾ കീമോതെറാപ്പി കൊടുത്ത് ചുരുക്കിയിട്ട് മാത്രമാണ് നമ്മൾ പിന്നെ ഓപ്പറേഷനിലേക്ക് പോകുന്നത്. സോ അത് നമ്മൾ സ്റ്റേജിങ് വെച്ചാണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് ആദ്യം ചെയ്യണം, സർജറി ചെയ്യണോ കീമോ ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേജിങ്ങും. പിന്നെ നമുക്ക് ലക്ഷ്മി പറഞ്ഞതുപോലെ ടൈപ്പിംഗ് ഉണ്ട്. ബേസിക്കലി 4 തരം ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഉണ്ട്. 4 അല്ല, പല തരങ്ങളുണ്ട്. ഈ ടൈപ്പ് അനുസരിച്ചാണ് അതും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യും. സോ ബേസിക്കലി ഇറ്റ് ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി ഡിസിഷൻ. മൾട്ടി ഡിസിപ്ലിനറി ടീം വേണം ട്രീറ്റ്മെൻറ്റിന്. നമ്മളെ നാട്ടിലെ ഒരു സാധാരണ കാണുന്നത് ഓപ്പറേഷൻ ഒരിടത്ത് ചെയ്യും, റേഡിയേഷൻ വേറെ സ്ഥലത്ത് പോയി ചെയ്യും, കീമോതെറാപ്പി വേറെ സ്ഥലത്ത് ചെയ്യും. സോ ഇങ്ങനെയാണ് ഒരു പ്രവണത. ഓൾവേസ് ബെറ്റർ ഒരു ക്യാൻസർ ഡയഗ്നോസിസ് വന്നു കഴിഞ്ഞിരുന്നാലും എല്ലാ സ്പെഷ്യലിസ്റ്റും ഉള്ള മൾട്ടി ഡിസിപ്ലിനറി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസ് ഉള്ള സെൻറ്റേഴ്സിൽ നമ്മൾ ചെയ്യാം. കേരളത്തിൽ അതുപോലെ നമുക്ക് ഒരുപാട് സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് ഗവൺമെൻറ് സെറ്റപ്പിലും സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. സോ എവിടെയാണോ മൾട്ടി ഡിസിപ്ലിനറിസം, എല്ലാവരും ഫെയിം നോക്കിയാവോ പോകുന്നത്, കൂടുതൽ ഫേമസ് ആരാ അത് നോക്കി പകുതി ചികിത്സിച്ചു. ഇപ്പം നമുക്ക് ഞങ്ങളിപ്പം ബ്രസ്റ്റ് നിലനിർത്തുന്ന ഓപ്പറേഷൻ ചെയ്യുമ്പോൾ മെനി ടൈംസ് വി ഗോ ആഫ്റ്റർ ലക്ഷ്മി എനിക്കത് എവിടെയാണെന്ന് കാണിച്ചതാ, മാർക്ക് ചെയ്തതാ, വയറിട്ടതാ. സോ ഇതൊന്നും ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ടീം കോപ്പറേഷൻ ഇല്ലെങ്കിൽ നടക്കില്ല. സോ പുറത്തുനിന്ന് ഇമേജസുമായിട്ട് വരലുണ്ട്. ഇപ്പോൾ പുറത്തുനിന്ന് മാമോഗ്രാമും MRIയും എല്ലാം പെറ്റും ഒക്കെ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ പറയും നമുക്കൊരു മാമോഗ്രാം റിപ്പീറ്റ് ചെയ്യണം. സോ ദെൻ കാരണം ബേസിക്കലി നമുക്ക് പുറത്തെ ഇമേജസ് കണ്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ വി ഓൾവേസ് നീഡ് ഇൻ ഹോസ്പിറ്റൽ. കാരണം എപ്പോഴും നമുക്ക് കോറിലേഷൻ ഇതെവിടെയാണ്, നമ്മൾ ചിലപ്പോൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് ആ സ്പെസിമെൻ കൊണ്ടുപോയി മാമോഗ്രാം ചെയ്യും, സ്പെസിമെൻ കൊണ്ടുപോയി അൾട്രാസൗണ്ട് ചെയ്യും. സോ ഓൾവേസ് മൾട്ടി ഡിസിപ്ലിനറി ടീം ഉള്ളിടത്ത് മാനേജ്മെൻറ്റ് ഓർ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാം. എനിക്കൊന്നും അത് തന്നെ അമൃതയുടെ ആയാലും നമ്മുടെ ഒരു സെപ്പറേറ്റ് വി ഹാവ് എ ഡിവിഷൻ ഓഫ് ഡിസീസസ് അല്ലേ. അല്ല, നമ്മൾ ഔട്ട്സൈഡ് ചെയ്ത് വരുന്നതിൽ ഡിറ്റക്ട് ചെയ്തിരിക്കാം തെറ്റെന്നല്ല, പക്ഷെ ഓപ്പോസിറ്റ് സൈഡും കൂടി ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് വി ഹാവ് പിക്ഡ് ഓപ്പോസിറ്റ് സൈഡിലും വെൻ നോബഡി ഹാസ് സെഡ് ഓക്കെ നോർമൽ എന്ന് പറഞ്ഞ ബ്രസ്റ്റിലും നമ്മൾ കോൺട്രാലാറ്റർ സൈഡിലും ക്യാൻസേഴ്സ് പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദാറ്റ്സ് ഇമ്പോർട്ടൻസ് ഓഫ് 3D മാമോഗ്രാം. 2D ചെയ്യുന്നിടത്ത് അതൊരു മിസ് ചെയ്യുന്ന തെറ്റാന്നല്ല, പക്ഷെ ഹയർ ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ള സ്ഥലത്ത് പ്രിഫർ ചെയ്ത് ഡു ഗെറ്റ് എ മാമോഗ്രാം ഡൺ. സോ നമ്മുടെ ബ്രസ്റ്റ് ഡിസീസസ് ഡിവിഷൻ ഈസ് ടേണിംഗ് 5 years in 2026 ഫെബ്രുവരി. 5 വർഷം ഓൾഡ് ആവും. നമ്മൾ 2020 ഫെബ്രുവരിയിലാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. എല്ലാ ചികിത്സാ രീതികളും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന്. അതെ. It's not a one man show. It's like എല്ലാവരും മൾട്ടി ഡിസിപ്ലിൻ ട്യൂമർ ബോർഡ് ടീമിലെ ഒരു ഗ്രൂപ്പ് എഫേർട്ടാണ് ദിസ് ബ്രസ്റ്റ് ക്ലിനിക്, ബ്രസ്റ്റ് ഡിസീസ് ഡിവിഷൻ. രോഗി പ്രൈമറി ആരടുത്ത് വന്നാലും നമ്മുടെ എല്ലാവരും ഒരുമിച്ചായിരിക്കും അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കുന്നത്. അതല്ലേ ഒരു കീ മെസ്സേജ്. അതെ. മാഡം പറയുന്നതിൻ്റെ ഇടയ്ക്ക് സൂചിപ്പിക്കുകയുണ്ടായി ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ ഒന്ന് വിശദീകരിക്കാമോ? എന്താണ് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പം നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സർജിക്കൽ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഒരു 4 തരം ടൈപ്പ് ഓഫ് സർജറീസ് ആണ് ഉള്ളത്.
ആദ്യത്തേത് ബ്രസ്റ്റ് നിലനിർത്തിയിട്ടുള്ള ഓപ്പറേഷൻ, ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി. പിന്നെ ബ്രസ്റ്റ് കൺസർവേഷൻ വിത്ത് ഓർ വിത്തൗട്ട് ഓങ്കോപ്ലാസ്റ്റി, അങ്ങനെ ഒരു സർജറി. പിന്നെ മാസ്റ്റെക്ടമി, ബ്രസ്റ്റ് റിമൂവ് ചെയ്യുക, ടോട്ടലായിട്ട് ബ്രസ്റ്റ് നീക്കം ചെയ്യുക. പിന്നെ മാസ്റ്റെക്ടമി വിത്ത് റീകൺസ്ട്രക്ഷൻ, റിമൂവ് ചെയ്തിട്ട് പുനർനിർമ്മിക്കുക, ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യുക. ഇങ്ങനെ 4 തരം സർജറീസ്. ഇതിനകത്തും സബ് ഡിവിഷൻസ് ഉണ്ട്. സോ ബേസിക്കലി ബ്രോഡായിട്ട് പറയുമ്പോൾ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. അത് ബ്രസ്റ്റിന് മാത്രം. ബ്രസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ബ്രസ്റ്റ് ഓപ്പറേഷൻ്റെ കൂടെ ഈ ബ്രസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആക്സില അല്ലെങ്കിൽ കക്ഷത്തിലെ ലിംഫ് നോഡ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ആസ്പെക്ട് ആസ് വെൽ. പക്ഷേ ബ്രസ്റ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ബാധിച്ച ബ്രസ്റ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ ട്യൂമറും ബാധിച്ച ഭാഗം പൂർണ്ണമായും നീക്കം ചെയ്യുക. അതിൽ പ്രധാനമായിട്ടും നമ്മൾ എയിം ചെയ്യുന്നത് ദർ ഷുഡ് ബി ഓങ്കോളജിക്കലി സേഫ് ആയിട്ടുള്ള രീതിയിൽ മുഴയ്ക്ക് ചുറ്റുമുള്ള കുറച്ച് നോർമൽ ബ്രസ്റ്റ് ടിഷ്യൂയും കൂടെ ചേർത്ത് നീക്കം ചെയ്യുക. പിന്നീട് ബ്രസ്റ്റ് ഷേപ്പ്, ഫോം ഇതൊന്നും വലിയ മാറ്റം വരുത്താതെ മറ്റേ മറുവശം ഉണ്ടല്ലോ, മറുവശമായിട്ട് ഏകദേശം മാച്ച് ചെയ്യുന്ന രീതിയിൽ പുനർനിർമ്മിക്കുക. ഇതാണ് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി. ഓങ്കോളജി സേഫ് എന്ന് പറയുന്നത് ക്യാൻസർ പൂർണ്ണമായിട്ട് മാറ്റുക അല്ലേ? അതെ. ക്യാൻസർ സെൽസ്, കോശങ്ങളൊന്നും ബാക്കിയിരിക്കാതെ പൂർണ്ണമായിട്ടും ക്യാൻസർ സെൽസ് നീക്കം ചെയ്യാം. ഇത് ടെക്നിക്കലി പോസിബിൾ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. എല്ലാ ബ്രസ്റ്റ് ക്യാൻസേഴ്സിലും നമുക്ക് ബ്രസ്റ്റ് നിലനിർത്താൻ പറ്റില്ല. സോ ബ്രസ്റ്റ് നിലനിർത്താൻ പറ്റുന്നവരിൽ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ബ്രസ്റ്റ് കൺസർവേഷൻ നിലനിർത്താൻ പറ്റുന്നവരിൽ. അതിന് ബേസിക്കലി നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഈ ട്യൂമർ ഒരു സ്ഥലത്ത് മാത്രമേ പാടുള്ളൂ. ചിലപ്പോൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ മാമോഗ്രാം റിപ്പോർട്ടിൽ കാൽസ്യം ഡെപ്പോസിറ്റ് റെസ്റ്റ് ഓഫ് ദ ബ്രസ്റ്റ് ടിഷ്യൂവിൽ അവിടെ ആയിട്ട് കാൽസ്യം ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മുഴകൾ ബ്രസ്റ്റിൽ അവിടെ ഉണ്ട്. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ബ്രസ്റ്റ് നിലനിർത്താൻ പറ്റില്ല. അപ്പോൾ റിമൈനിങ് ബ്രസ്റ്റ് ടിഷ്യൂ നോർമൽ ആണെങ്കിൽ ബ്രസ്റ്റ് നിലനിർത്തിക്കൊണ്ടുള്ള ഓപ്പറേഷൻ എപ്പോഴും ഫീസിബിളാണ് ഇൻ ദ സെൻസ്. ഒന്ന്, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, പ്രധാന അഡ്വാൻറ്റേജ് നമ്മൾ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നതെന്ന് വെച്ചിരുന്നാൽ, ഏർലി ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ബ്രസ്റ്റ് നിലനിർത്തുന്ന ഓപ്പറേഷൻ ചെയ്തവരിൽ സർവൈവൽ ഇസ് ബെറ്റർ, ഓവറോൾ സർവൈവൽ ഇസ് ബെറ്റർ. ഈ മാറ് കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്യുന്നതിനേക്കാളും ബ്രസ്റ്റ് നിലനിർത്തി ഓപ്പറേഷൻ ചെയ്ത പേഷ്യൻസിന് ഇൻ ഏർലി ബ്രസ്റ്റ് ക്യാൻസർ ഓവറോൾ സർവൈവൽ ഇസ് ബെറ്റർ. ദീസ് ആർ ലൈക്ക് നമ്മുടെ ഈ ലേറ്റസ്റ്റ് സ്റ്റഡീസാണ് അത് പറയുന്നത്. പിന്നെയുള്ളത് ഈ ബ്രസ്റ്റ് നിലനിർത്തി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ we are focus is not only the disease, അല്ലെ, ഡിസീസ് ഓവറോൾ ദ പേഴ്സൺ ഹു ഈസ് അഫക്റ്റഡ്. സോ ഈ ഒരു ഡയഗ്നോസിസ് മുതൽ ചികിത്സ തീരുന്നത് ഏകദേശം ഒരു 4-5 മാസം കഴിയും. സോ ആഫ്റ്റർ ദാറ്റ് ലൈഫ് ഈസ് റിമൈനിങ്. എസ്പെഷ്യലി ഏർലി സ്റ്റേജിൽ ക്യൂർ റേറ്റ് ഈസ് മച്ച് ബെറ്റർ. അറൗണ്ട് 90-100% സർവൈവൽ റേറ്റ് ആണ് ഇൻ ഏർലി സ്റ്റേജസ്. സോ അങ്ങനെയുള്ളവരിൽ നമ്മൾ ഈ ഓർഗൻ അവയവം ബാക്കിയിരിക്കുമ്പോൾ ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ആഫ്റ്റർ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഈസ് മച്ച് ബെറ്റർ. ദ സെൻസ് ഓഫ് ലൈക്ക് സെൽഫ് വർത്ത്, നമ്മുടെ ഈ എന്താ പറയുക, ഒരു ഫെമിനിറ്റി. ആൻഡ് പല പേഷ്യൻസും പല പേഷ്യൻസും ഈ സംശയം തോന്നിക്കഴിഞ്ഞിരുന്നാലും നീക്കം ചെയ്യപ്പെടും എന്നൊരു ഫിയർ കാരണം പുറത്ത് പറയില്ല. നോട്ട് ഈവൻ ടു ദെയർ ഫാമിലി പുറത്ത് പറയാതെ വെച്ചുകൊണ്ടിരിക്കും. എന്തായാലും ഇത് പോയി, ഇനിയിപ്പോൾ എന്താ പറയുക, ജീവിതമൊന്നും ബാക്കി ഉണ്ടാവില്ല. ഈ ഒരു കോൺസെപ്റ്റിൻ്റെ പുറത്താണ് പലരും, വൺ ഓഫ് ദ റീസൺസ് പുറത്ത് പറയാൻ മടിക്കുന്നത്. ആൾക്കാർ പലരും വന്ന് പറഞ്ഞിട്ടുണ്ട്, മാഡം ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട, മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി. സോ ദ ഫിയർ ടു ഫേസ് പബ്ലിക്. അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ മകൻ്റെയോ മകളുടെ കല്യാണമാണ്, അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ മതി. ഇങ്ങനെയുള്ള പല ഫിയേഴ്സാണ്. സോ എപ്പോഴും നമുക്ക് ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നിലനിർത്തി ഓപ്പറേഷൻ ഈസ് ഓൾവേസ് പോസിബിൾ ആൻഡ് സേഫ് ഇൻ ബ്രസ്റ്റ്, ഈ നമ്മളെ ഏർലി സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസേഴ്സിൽ. സോ അതുകൊണ്ടാണ് ഈ സ്ക്രീനിങ്ങും ഏർലി ഡിറ്റക്ഷൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻസ്. ഒന്ന്, ലൈഫ് സേവിങ് ആണ്. പിന്നെ ലെസ് മ്യൂട്ടിലേറ്റിംഗ് സർജറി നമുക്ക് മോർ പോസിബിൾ ആണ് ഈ ഏർലി സ്റ്റേജസിൽ ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ റാദർ ദാൻ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നതിനേക്കാളും. ഈ റിമൂവ് ചെയ്യുന്നതിൻ്റെ വൺ ഓഫ് ദി ഡിസഡ്വാൻറ്റേജസ്, ഓവറോൾ സർവൈവൽ നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡീസ് അനുസരിച്ച് റിമൂവ് ചെയ്യാത്തവർക്കാണ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെയുള്ളത്, നമ്മൾ കൺസർവ് ചെയ്യുമ്പോൾ എപ്പോഴും റേഡിയേഷൻ തെറാപ്പി മസ്റ്റാണ്. പക്ഷേ വിത്ത് റേഡിയേഷൻ ദ സർവൈവൽ ആൻഡ് ഔട്ട്കം ഇസ് മച്ച് ബെറ്റർ ദാൻ എ മാസ്റ്റെക്ടമി.
ഇൻ സെലക്ട് പേഷ്യൻസ്, എല്ലാവർക്കും അല്ല, സെലക്ട് Patient ചെയ്ത് selection is കറക്റ്റ് important, അല്ലേ? പേഷ്യൻ സെലക്ഷൻ ഇസ് ഇമ്പോർട്ടൻ്റ് അവിടെ. ഓക്കെ. ലക്ഷ്മി, നമ്മുടെ ഇനിഷ്യലി ഒരു ഡയഗ്നോസിസിലെ ഇമേജിങ്ങിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. നമുക്ക് ഒരു സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമേജിങ്ങിന് എന്തെങ്കിലും റോൾ ഉണ്ടോ? ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം അത് അവിടെ തീരുകയല്ല. കാരണം അറൗണ്ട് ഒരു പിന്നെയും ഒരു 10-15% ക്യാൻസർ വന്ന സൈഡിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇമ്മീഡിയറ്റ്ലി എന്നല്ല. അപ്പം അവർക്ക് സർവൈലൻസ് സ്ക്രീനിങ് എന്ന് പറയും. നമ്മൾ എല്ലാ വർഷവും അവർ മാമോഗ്രാം നിർബന്ധമായും ചെയ്തിരിക്കണം. മാഡം, ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ആയ രോഗിയുടെ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സ് കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാൻ തോന്നുന്നു. ഓക്കെ, ഒന്ന് ഡയഗ്നോസിസിൽ എത്താൻ തന്നെ സമയം പിടിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ വൺസ് യു ബ്രേക്ക് ദ ന്യൂസ്, ഇത് നമ്മൾ കാണുന്ന വെച്ചാൽ ഒന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി എ വെരി ഡിഫിക്കൽട്ട് ഡയഗ്നോസിസ് ടു അക്സെപ്റ്റ്. ക്യാൻസർ വാട്ട് എവർ ബി, ഏത് സൈറ്റിലായിരുന്നാലും, ഈവൻ വളരെ ചെറിയ സൈസിലോ അല്ലെങ്കിൽ വളരെ ഏർലി സ്റ്റേജ്, അത് ഇറസ്പെക്റ്റീവ് ഓഫ് സൈറ്റ്, ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ഡയഗ്നോസിസ്. ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനും പിന്നെ ടു അണ്ടർഗോ ദ ട്രീറ്റ്മെൻറ്റ്. ആക്ച്വലി ഇറ്റ് ഈസ് എ ചാലഞ്ചിങ് സിറ്റുവേഷൻ ആസ് ഫാർ ആസ് ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ച്. പേഷ്യൻറ്റ് മാത്രമല്ല, റിലേറ്റീവ്സ്, ഫാമിലി, whole dynamics of the family could get affected ഒരാൾക്ക് ക്യാൻസർ വരുമ്പോൾ. സോ ബ്രേക്കിംഗ് ദ ന്യൂസ് ഇറ്റ്സെൽഫ് ഈസ് ഡിഫിക്കൽട്ട്. ഇതിൽ പേഷ്യൻ്റ് വിൽ റിക്വയർ lot of psycho-social support, പ്രധാനമായിട്ടും സപ്പോർട്ട് ഫ്രം ദ ഫാമിലി ആൻഡ് സപ്പോർട്ട് ഫ്രം ദ സൊസൈറ്റി. സോ അതിനകത്ത് ഈ പല പേഷ്യൻസും പുറത്ത് പറയാൻ മടിക്കുന്നത്. സോ വി ഹവ് സീൻ നമ്മൾ ഏജ് വെച്ച് നോക്കുമ്പോൾ യങ്ങർ പേഷ്യൻസ് കുറച്ചുകൂടെ പ്രോ ആക്റ്റീവാണ്. എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ വി ഹവ് സീൻ ദം കമ്മിങ് ആൻഡ് ഒരു ഡിലേഡ് ഡയഗ്നോസിസ്. ഒന്ന് ബിക്കോസ് ലേറ്റ് പ്രസൻറ്റേഷൻ അത് വരാം, പക്ഷേ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ വി സീ ദം കുറച്ചുകൂടെ പ്രോ ആക്റ്റീവായിട്ട് വന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. എൽഡർലി പേഷ്യൻസ് ലൈക്ക് 65, 70s, ഗ്രാൻഡ് മദേഴ്സ്, അല്ലെങ്കിൽ മറ്റ് അസുഖമുള്ളവർ, ഓരൊരു സ്ട്രോങ് ഫാമിലി ഓർ സോഷ്യൽ സെറ്റപ്പ് ഇല്ലാത്തവർ യൂഷ്വലി നമ്മൾ കാണുന്നത് ഡിലേ ചെയ്യലുണ്ട്. ഒന്ന് അവോയ്ഡൻസ് ആണ്, അവോയ്ഡ് ചെയ്യുക. ഇനി എന്ത് സംഭവിക്കും, ഞാൻ മരിച്ചു പോകുമോ, ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ, പുറത്ത് പറഞ്ഞാൽ എന്താകും, എൻ്റെ മകൾക്ക് കല്യാണം കിട്ടുമോ, പിന്നെ ഞാൻ മറ്റുള്ളവർക്കൊരു ഭാരമാകും. ഇത്തരമുള്ള തോട്ട്സാണ് നമ്മുടെ ഈ ജീറിയാട്രിക് ഓർ എൽഡർലി പോപ്പുലേഷനെ എഫക്റ്റ് ചെയ്യുന്നത്. സോ ഇത് കാരണം ലാസ്റ്റ് വീക്ക് പേഷ്യൻ്റ് ഈസ് അവെയർ ഫോർ ദ ലാസ്റ്റ് 1 year മുഴയുണ്ടെന്ന് അറിയാം. അവർക്ക് മറ്റൊരു ഓപ്പറേഷൻ, മറ്റൊരു ആശുപത്രി മുട്ടിൻ്റെ ഓപ്പറേഷനും കഴിഞ്ഞു, അപ്പോഴും ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ സംഹൗ വൺ ഓഫ് ദ റിലേറ്റീവ് കുളിക്കുമ്പോൾ എങ്ങാണ്ട് കണ്ടതാ, ദർ ഇസ് സംതിങ് ദെയർ. സോ അങ്ങനെയാണ് ദേ ഫോഴ്സ്ഡ് ഹെർ ടു കം. സോ ഷീ തോട്ട് ലൈക്ക് ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദ ലൈഫ്. സോ ഈ പറയാനുള്ളത്, സോ ഇറ്റ്സ് ബേസിക്കലി എ ഡിഫിക്കൽട്ട് ഡയഗ്നോസിസ് ടു ഫേസ് ആസ് വെൽ ആസ് അക്സെപ്റ്റ്. പക്ഷേ ക്യാൻസർ വൺസ് ഡിറ്റക്റ്റഡ് ഇൻ ദ ഏർലി സ്റ്റേജ്, ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് ഈസിലി ക്യൂറബിൾ. വളരെ ഏർലി സ്റ്റേജിൽ നമുക്ക് നല്ല, ചിലപ്പോൾ ഈ നമ്മൾ എല്ലാവരും ഭയക്കുന്നത് മുടി പോകും, കീമോതെറാപ്പി കഴിഞ്ഞാൽ മുടി പോകും, വേദന, മാറ നീക്കം ചെയ്യപ്പെടും, ഈ വിധ കാര്യങ്ങളൊക്കെ റിലേറ്റീവാണ്, എല്ലാവർക്കും വേണ്ടുന്നതല്ല. കൂടുതലും മറ്റുള്ളവർ പറഞ്ഞു കേട്ട അറിവ്, അടുത്ത അയൽവക്കത്തുള്ള ആരെങ്കിലും പറഞ്ഞു കേട്ട അറിവ്, ഇതെല്ലാം വെച്ചിട്ടാണ് ഈ ഫിയർ വരുന്നത്. സോ ബേസിക്കലി ഏർലി സ്റ്റേജിൽ നമുക്ക് 100% വരെ ക്യൂർ ചെയ്ത് മാറ്റാവുന്നതാണ്. ഈ കീമോതെറാപ്പിയുടെ മുടി കൊഴിച്ചിൽ പോലുള്ള സൈഡ് ഇഫക്ട്സ് ആൾക്കാർ വളരെ എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ദീസ് ആർ ഓൾ ടെമ്പററി. ആ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്തേക്ക് മാത്രമേ ഉള്ളൂ, ഒരു 3-4 മാസം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി കിളിച്ച് തിരിച്ചു വരും. സോ ഇതൊന്നും നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കേണ്ടുന്ന കാര്യമൊന്നുമല്ല. സോ ഇതിനെക്കുറിച്ചുള്ള അവബോധം ശരിക്കും പറഞ്ഞാൽ വളരെ കുറവാണ്. ആൻഡ് പ്രധാനമായിട്ടും ഈ ആൾക്കാർ ഇത് എന്താ പറയുക, ഡയഗ്നോസ് ആയിക്കഴിഞ്ഞാൽ ഇനി എനിക്കൊന്നും ബാക്കിയില്ല, ജീവിതം ബാക്കിയില്ല എന്നൊരു തോന്നലാണ്. സോ എന്തെങ്കിലും സംശയം, എസ്പെഷ്യലി ഏർലി സ്റ്റേജിൽ ഒരു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ, എൽഡർലിയിൽ നമ്മൾ കൂടുതലും ഈ ഫേവറബിൾ ടൈപ്പ് ട്യൂമേഴ്സാണ് കാണുന്നത്. അഗ്രസീവ് ടൈപ്പും ഉണ്ട്, ഫേവറബിൾ ടൈപ്പും ഉണ്ട്. പ്രായമുള്ളവരിലും കൂടുതൽ ഫേവറബിൾ ടൈപ്പാണ് കാണുന്നത്. സോ അതൊക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്. ലൈക്ക് ചിലപ്പോൾ കീമോ പോലും വേണ്ടി വരത്തില്ല വളരെ ഏർലി സ്റ്റേജിൽ. മുഴ എടുത്ത് മാറ്റുക, ചിലപ്പോൾ ബ്രസ്റ്റിൽ മാത്രം റേഡിയേഷൻ കൊടുക്കുക, ഈ വിധ ട്രീറ്റ്മെൻറ്റിൽ നിൽക്കും. സോ അതുകൊണ്ട് ഏർലി സ്റ്റേജിൽ സംശയം എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ
ടെസ്റ്റ് ചെയ്ത് നോക്കുക. എല്ലാവിധ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസും നമുക്ക് കേരളത്തിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നല്ല രീതിയിൽ ചികിത്സിച്ച് മാറ്റാവുന്ന കാര്യം മാത്രമാണ് ബ്രസ്റ്റ് ക്യാൻസർ, എസ്പെഷ്യലി ഏർലി സ്റ്റേജ്. എനിക്കൊന്നും അത് തന്നെ ആയിരിക്കണം നമ്മളൊരു കീ മെസ്സേജ് എന്ന് തോന്നുന്നു അല്ലേ. ഒന്ന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണുക. ഇത് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ബ്രസ്റ്റ് മുഴകൾ ചികിത്സിക്കാൻ പ്രാഗൽഭ്യമുള്ളൊരു ഡോക്ടറെ കാണുക, സ്കാൻ ചെയ്യുക, അങ്ങനത്തെ ഒരു പാതയിലോട്ട് പോവുക. ഉണ്ട് അതൊരു ഏറ്റവും വളരെ മോശമായ ഒരു ഡയഗ്നോസാണ്. ഇത് ഇനി എനിക്ക് ജീവിതം മുന്നോട്ടില്ല എന്നുള്ള ധാരണ വേണ്ട. എത്രയും നേരത്തെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നു അത്രയും നമുക്കിതിൽ നിന്നുള്ള ഒരു റിക്കവറി പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് അല്ലേ. മാഡം, വേറെ ഒന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമുക്ക് ഒത്തിരി മീഡിയ അറ്റൻഷൻ കിട്ടിയ ഒരു കാര്യമായിരുന്നു ആഞ്ചലീന ജോളിയുടെ ഒരു കാര്യം അല്ലേ. ഒരു ക്യാൻസർ കണ്ടു എന്ന് പറഞ്ഞിട്ട് 2 ബ്രസ്റ്റും എടുത്ത് മാറ്റുകയുണ്ടായി. അപ്പം ഒരു പ്രിവെൻറ്റീവ് മാസ്റ്റക്ടമി എന്നൊക്കെ പറയുന്നത് അതിന് എന്തെങ്കിലും ഒരു റിലവൻസ് ഉണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ആഞ്ചലീന ജോളി ആക്ച്വലി ക്യാൻസർ കാണുന്നതിന് മുന്നേ തന്നെ 2 ബ്രസ്റ്റ് നീക്കം ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്തു. ഹിസ്ട്രക്ടമി, യൂഫറക്ടമി ഇതെല്ലാം ചെയ്തു. സോ ഷീ വാസ് അവെയർ ദാറ്റ് ആഞ്ചലീനയ്ക്ക് ഒരു 70 വയസ്സാവുമ്പോൾ ഹർ ചാൻസസ് ഓഫ് ഡെവലപ്പിംഗ് എ ബ്രസ്റ്റ് ക്യാൻസർ വാസ് അറൌണ്ട് 70 to 80%. അതുകൊണ്ടാണ് അവർ ചെയ്തത്. സോ അത് നമ്മൾ ഹെറിഡിറ്ററി ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയും. അതായത് ജനിതക മ്യൂട്ടേഷൻസ് ഉള്ള ഫാമിലീസ്. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ റിലേറ്റഡ് ജീൻസ് ഉണ്ട്, ബ്രാക്ക, BRCA1, 2. സോ റെയർ ആയിട്ട് നമ്മുടെ പോപ്പുലേഷന് നമുക്ക് കാണുന്നുണ്ട് ഈ പ്രസൻസ് ഓഫ് ഈ ബ്രസ്റ്റ് ക്യാൻസർ റിലേറ്റഡ് ജീൻസ്. അതിന് നമ്മൾ ഫാമിലി ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെടുത്തേണ്ട. ഹെറിഡിറ്ററി ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയും. അതായത് ഫാമിലിയിൽ മാതാവിൽ നിന്ന് കുട്ടികളിലേക്ക് കിട്ടുന്ന ബ്രസ്റ്റ് ക്യാൻസർ. സോ അത് നമുക്ക് ജീൻ പോസിറ്റീവ് ആണെങ്കിൽ പ്രിവെൻറ്റീവ് മാസ്റ്റക്ടമി എന്നൊരു കോൺസെപ്റ്റ് വെസ്റ്റിൽ നല്ലതായിട്ട് വളരെ പോപ്പുലർ ആണ്. സോ ആഞ്ചലീന ചെയ്തതിന് ശേഷം ഈ ബ്രസ്റ്റ് ഈ ക്യാൻസർ ജീൻസ് പോസിറ്റീവായിട്ടുള്ള പലരും പ്രിവെൻറ്റീവ് സർജറിക്കായിട്ട് മുന്നോട്ട് വന്നു. സോ നമ്മുടെ നാട്ടിൽ നമ്മളത് ചെയ്യുന്നുണ്ട്. ബ്രാക്ക ജീൻസ് ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. എല്ലാവരിലും ചെയ്യില്ല. നമുക്ക് ഈ നമ്മുടെ നാഷണൽ ഈ ക്യാൻസർ നെറ്റ്വർക്കിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ ഗൈഡ് ലൈൻ അനുസരിച്ച് വരുന്ന ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസ് ഹു നീഡ്സ് ഈ ബ്രാക്ക ടെസ്റ്റ് വേണ്ടുന്ന എല്ലാവരിലും നമ്മൾ ബ്രാക്ക ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് ആവുന്നവർക്ക് ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ദർ ഇസ് ഓൾവേസ് എ ഓപ്ഷൻ പ്രിവെൻറ്റീവ് മാസ്റ്റക്ടമി വിത്ത് റീകൺസ്ട്രക്ഷൻ. മാസ്റ്റക്ടമി മാത്രമല്ല, ഈ മാസ്റ്റക്ടമി എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് അങ്ങ് നീക്കം ചെയ്യല്ല. ഇറ്റ് ഈസ് എ ടെക്നിക്കലി ഡിമാൻഡിങ് സർജറി. ഈ പ്രിവെൻറ്റീവ് മാസ്റ്റക്ടമി എന്ന് പറയുന്നത് അതായത് ബ്രസ്റ്റിൻ്റെ ഈ കവറിങ്, സ്കിന്നും നിപ്പിളും എല്ലാം പ്രിസർവ് ചെയ്യും. ഉള്ളിൽ നിന്ന് മാത്രമാണ് ബ്രസ്റ്റ് നീക്കം ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ബ്രസ്റ്റ് പുനർനിർമ്മിക്കുകയും ചെയ്യും. ഇറ്റ്സ് എ ടെക്നിക്കലി ഡിമാൻഡിങ് സർജറി. പക്ഷേ അവൈലബിൾ ആണ്. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ബ്രാക്ക മ്യൂട്ടേഷൻ പോസിറ്റീവ് ആയിട്ടുള്ള ഫാമിലി. അതെ. ഇത്രയും നേരം കൊണ്ട് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അഥവാ ഒരു സംശയമുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ സ്ഥിരീകരിക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ വേറിട്ട ചികിത്സാ രീതികൾ, ഇതിനെക്കുറിച്ചെല്ലാം തന്നെ നമ്മൾ വിശദമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. മാഡം, ഒരു ലാസ്റ്റ് ഒരു ഫൈനൽ ഒരു ടേക്ക് ഹോം മെസ്സേജ് അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടതായ ഒരു മെസ്സേജ് ഞാൻ പറയുകയാണെങ്കിൽ എന്തായിരിക്കും മാഡം പറയുക? ഒരു മെസ്സേജ് ഇല്ല, ഒന്നിൽ കൂടുതലുണ്ടാവും. ഒന്ന്, ബ്രസ്റ്റ് ക്യാൻസർ ഭയക്കേണ്ട ക്യാൻസർ അല്ല. ഏർലി സ്റ്റേജിൽ നമുക്ക് 100% വരെ ക്യൂർ ചെയ്യാം. ആൻഡ് ഡു നോട്ട് ഫിയർ ദ ഡിസീസ്, ഡു നോട്ട് ഫിയർ ദ ട്രീറ്റ്മെൻറ്റ്. പിന്നീടുള്ളത് ടൈംലി സ്ക്രീനിങ്. എല്ലാ സ്ത്രീകളും 40 വയസ്സ് കഴിഞ്ഞവർ അവൈലബിലിറ്റി ആൻഡ് അനുസരിച്ച് മാമോഗ്രാം ടെസ്റ്റ് ചെയ്യുക. കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ, അമ്മ, സഹോദരി, അങ്ങനെ നമ്മുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ക്യാൻസേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ മാമോഗ്രാം സ്ക്രീനിങ് എന്തായാലും മസ്റ്റായി ചെയ്യുക. സ്വയം പരിശോധന ഒരു 30 വയസ്സാകുമ്പോൾ നമുക്ക് സ്വയം പരിശോധന ചെയ്യാം. സ്വയം പരിശോധന ആഫ്റ്റർ 30 years സ്റ്റാർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അടുത്തുള്ള ഡോക്ടർമാരെ കണ്ട് സമീപിച്ച് കൂടുതൽ പരിശോധന ചെയ്ത് നമുക്ക് മറ്റ് അസുഖങ്ങളൊന്നും ഇല്ല, ക്യാൻസേഴ്സ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. സ്വയം ചികിത്സിക്കാൻ നിൽക്കരുത്, സ്വയം തീരുമാനം എടുക്കാനും നിൽക്കരുത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ലക്ഷ്മി, സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ടേക്ക് ഹോം മെസ്സേജ് ആയിട്ട് പറയാനുള്ളത്, മാഡം പറഞ്ഞതുപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ബ്രസ്റ്റ് സംബന്ധമായ ഒരു കൺസേൺ ഉണ്ടെങ്കിൽ ഒരു പേടിക്കാതെ, അതായത് ധൈര്യത്തോടെ മുന്നോട്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലുമായിട്ട് അത് ഷെയർ ചെയ്യുക. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ടൈംസ് വാട്ട് വി ആർ സീയിങ് ഈസ്, നേരത്തെ മാം പറഞ്ഞ കറക്റ്റാണ്. അയ്യോ, എൻ്റെ കുട്ടികളുടെ പഠിത്തം, മക്കളുടെ കല്യാണം, ഫിനാൻസ്, ഇപ്പം എനിക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പോകത്തില്ല. അങ്ങനെ മൾട്ടിപ്പിൾ തിങ്സ് വിൽ റൺ ഓൺ അവർ ഹെഡ്. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇറ്റ്സ് വളരെ ഏർലി സ്റ്റേജിൽ കണ്ടെത്തിയാൽ ചിലപ്പോൾ ഈ തടുപ്പ് ആ ബ്രസ്റ്റിലുള്ള മുഴ മാത്രമായിരിക്കും, വേറെ എങ്ങും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു
സംശയമുണ്ടെങ്കിൽ ഒരു സർജനെ കാണുക, ഒരു സ്കാൻ ചെയ്യുക. 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണെങ്കിൽ നിർബന്ധമായിട്ടും മാമോഗ്രാം തന്നെ ചെയ്തിരിക്കണം. താഴെ 40 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അൾട്രാസൗണ്ട് ആദ്യം ചെയ്യുക. ക്യാൻസർ പോലത്തെ മുഴയാണെങ്കിൽ ഡെഫിനറ്റ്ലി മാമോഗ്രാം എടുക്കുക. അപ്പം ഫിയർ മറികടന്ന് ടെസ്റ്റ് ചെയ്ത് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ബാക്കിയുള്ള നെക്സ്റ്റ് ലൈൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ്, ബയോപ്സി പോലത്തുള്ള കാര്യങ്ങൾ ചെയ്ത് വരിക. പിന്നെ കൂടുതലും നമ്മളിപ്പം കുറച്ചൊരു ക്വയറ്റ് ഇറ്റ് ഈസ് കൺസേണിങ് ഈസ് ആർക്ക് ക്യാൻസർ വന്നാലും നമുക്കതൊരു വിഷമം തന്നെയാണ്. പക്ഷെ യങ് ഗേൾസ്, നേരത്തെ പറഞ്ഞ പോലെ 20s നമ്മളിപ്പോൾ ക്യാൻസർ പിക്ക് ചെയ്യുന്നുണ്ട്. കുറേയൊക്കെ അൺഅവെയറാണ്. അപ്പം എല്ലാവർക്കും ഒരു ധാരണയുണ്ടോ ഇത് പ്രായമുള്ളവരിലല്ലേ ക്യാൻസർ കാണത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കൂടുതൽ യങ് ഏജ് 30 താഴെയുള്ള കുട്ടികൾ വരുന്നത് നെഗ്ലക്റ്റ് ചെയ്യും. നമ്മൾ അടുത്ത് വന്ന് ബൈ ദ ടൈം വെൻ ദേ റീച്ച് ടു അസ് ഇറ്റ് ബി ലൈക്ക് സ്റ്റേജ് 3 or stage 4. കടലുകളൊക്കെ എഫക്റ്റഡ് ആയിട്ടുണ്ടാവും. നെഗ്ലിജൻസ് കാരണം ഇത് മിസ്സാക്കരുതും എന്നൊരു ടേക്ക് ഹോം മെസ്സേജാണ് തരാനുള്ളത്. എനിക്ക് തോന്നുന്നു ആ മെസ്സേജ്, രണ്ടുപേരുടെയും മെസ്സേജ് വളരെ ക്ലിയർ ആണ്. താങ്ക് യു മാം. താങ്ക് യു ലക്ഷ്മി. താങ്ക് യു. Thank you.